എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഷാഡോ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ, പാലസ്തീൻ, മിഡിൽ ഈസ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ലോക വാർത്തകൾ ഷെയർ ചെയ്യുവാനും വാർത്തകൾ അറിയിക്കുവാനും വേണ്ടിയുള്ള ഒരു ചാനലാണിത്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താമസം കൂടാതെ തന്നെ ലഭിക്കാനും അക്കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സഹായിക്കണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുവാനുള്ള സാഹചര്യം ഞായറാഴ്ച വെളുപ്പിനെ ചില സംഭവ വികാസങ്ങൾ ഇസ്രായേൽ ലബനീസ് ബോർഡറിൽ നടക്കുകയുണ്ടായി. നമുക്കറിയാം, ചില നാളുകളായിട്ട് ഏകദേശം ഒരു വർഷക്കാലവുമായിട്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നേരിട്ടൊരു യുദ്ധം അല്ലെങ്കിൽ പോലും പലപ്പോഴും യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാം. ദിവസവും റോക്കറ്റുകൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേൽ അതിനെ എതിരായിട്ട് ലെബനനിൽ പല ഭാഗങ്ങളിൽ ഹിസ്ബുള്ളയുടെ പല കേന്ദ്രങ്ങളിലും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ചില ആഴ്ചകളായിട്ട് ഈ ഒരു വാറിൻ്റെ സ്റ്റേജ് വളരെ അഗ്രസീവായത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുള്ള കാരണം നമുക്കറിയാം, ഹിസ്ബുള്ളയുടെ ചീഫ് കമാൻഡറായിരുന്നായിട്ടുള്ള ഷുക്കൂറിനെ 3 ആഴ്ചകൾക്ക് മുമ്പ് ബെയ്റൂട്ടിൽ വെച്ച് ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ കൂടി കൊന്നു കളഞ്ഞത് നമുക്ക് അറിയുവാൻ സാധിക്കും. അത് അവരുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള, അതായത് ഹിസ്ബുള്ളയുടെ ഏറ്റവും ഉന്നത കമാൻഡറായിരിക്കുന്ന നസറുള്ളയുടെ തൊട്ടു താഴെ വരുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നസറുള്ളയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതായിട്ടുള്ള ചീഫ് കമാൻഡറായിരുന്നു ഈ ഷുക്കൂർ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഹിസ്ബുള്ളയിലുള്ള സ്ഥാനവും ആ രീതിയിലുള്ളതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ബന്ധങ്ങളും ഉള്ള ഒരു ആളായിരുന്നു. അതൊരു ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു നഷ്ടമായിരുന്നു, നികത്തുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നഷ്ടമായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് എന്നുള്ളത് നാം മറന്നു പോകരുത്. അന്ന് തന്നെ ഹിസ്ബുള്ളയുടെ നേതാവായിരിക്കുന്ന നസറുള്ള പറഞ്ഞിരുന്നു, ഇതിന് ഇസ്രായേൽ തക്ക മറുപടി ഞങ്ങൾ കൊടുക്കും എന്ന് നസറുള്ള പറയുകയുണ്ടായി. അതിനുശേഷം പലപ്പോഴും അവർ മിസൈലും റോക്കറ്റുകളും ഒക്കെ ഇസ്രായേലിലേക്ക് വിടുകയും ചില നാശനഷ്ടങ്ങൾ വരുത്തുവാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ പെട്ടെന്ന് ഇസ്രായേലിന് ചില ഇൻ്റലിജൻസ് വിവരങ്ങൾ ലഭിക്കുകയും ഏകദേശം വെളുപ്പിനെ 4:45 ഇസ്രായേലിൻ്റേക്ക് ഇവർ ഈ ഹിസ്ബുള്ള വലിയ രീതിയിൽ ആക്രമിക്കുവാൻ പോകുന്നു എന്നുള്ള ഇൻ്റലിജൻസിൻ്റെ വിവരം ഇസ്രായേലിന് ലഭിച്ചത് കാരണം ഇസ്രായേൽ ആ അക്രമത്തിന് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ മിലിറ്ററി അല്ലെങ്കിൽ വ്യോമസേന അവിടെ വലിയ ആക്രമണം നടത്തുകയും ലെബനൻ്റെ പല ഭാഗത്തും ഹിസ്ബുള്ളയുടെ പല കേന്ദ്രങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുകളും അവരുടെ ട്രെയിനിങ് സെൻറ്ററുകളും അവരുടെ ആയുധ സംഭരണശാലകളും ഒക്കെ അവരെ ആക്രമിക്കുകയും വലിയ നാശനഷ്ടം ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ മേൽ നടത്തുകയും ചെയ്യും. എന്നാൽ ഈ ആക്രമണത്തിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും വലിയ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ നോർത്തേൺ സൈഡിലേക്ക് ഉണ്ടാകുകയുണ്ടായി. അത് ഏകദേശം 4:45-5 മണിയോടുകൂടി തന്നെ ഇസ്രായേലിലേക്ക് ഏകദേശം 250-300ഓളം റോക്കറ്റുകളാണ് ഒരേ സമയത്ത് ഹിസ്ബുള്ള വിക്ഷേപിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ചില നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ വരുത്തുകയുണ്ടായി. അത് അവരെ ആക്രമിച്ചത് ഇസ്രായേലിൻ്റെ സിവിലിയൻ ആളുകൾ, സാധാരണ ആളുകൾ താമസിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് അവർ മനഃപൂർവ്വം ആക്രമിക്കുകയായിരുന്നു. അതിൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ഒരു റോക്കറ്റ് അവിടെ വന്ന് വീഴുകയും ആളുകൾ താമസിക്കുന്ന ഇടയിൽ വന്ന് വീഴുകയും ഒരു സ്ത്രീക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി. അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ അറിയുവാൻ സാധിച്ചത് ഏകദേശം 300 റോക്കറ്റ്, 250-300 ഇടയ്ക്ക് റോക്കറ്റുകൾ അവർ ഒരേ സമയത്ത് ഇസ്രായേലിൻ്റെ നോർത്തേൺ പാർട്ടിലേക്ക്
ഒരേ സമയം വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്രയേൽ അപ്പോൾ തന്നെ നമുക്കറിയാം, ഇസ്രയേൽ വളരെ സുരക്ഷിതമായിട്ടുള്ള രാജ്യമാണ്. മിസൈലും റോക്കറ്റുകളും ഒക്കെ വരുമ്പോൾ തന്നെ അവരുടെ ആളുകൾക്ക് ബങ്കറുകളിൽ, ഷെൽട്ടർ ബങ്കറുകളിലൊക്കെ പോയിരിക്കുവാനുള്ള സൈറൻസൊക്കെ കിട്ടാറുണ്ട്. അപ്രകാരം അത് ലഭിക്കുകയും ആളുകൾ ബങ്കറുകളിലൊക്കെ ഒളിക്കുകയും ഒക്കെ ചെയ്തു. ഈ മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഇവരെ ആ രീതിയിൽ അവരെ പോയി ഒളിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഏകദേശം 2 മണിക്കൂറോളം ഈ ഇസ്രയേലിലുള്ള ആ ഭാഗത്തുള്ള നോർത്തേൺ പാർട്ടിലുള്ള ആളുകൾ ബങ്കറിലായിരുന്നു അഭയം പ്രാപിച്ചിരുന്നത്. എന്നാൽ അതിലെ ഏറ്റവും വലിയ കീ പോയിൻ്റ് ആയത് ഇസ്രയേലിലെ ടെൽ അവീവിലെ എയർപോർട്ട് അവർക്ക് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം അക്രമം ടെൽ അവീവോളം എത്തത്തക്ക രീതിയിൽ പോലും അവരുടെ അക്രമം അത്രമാത്രം രൂക്ഷമായിട്ടുള്ള അക്രമമാണ് ഹിസ്ബുള്ള അവിടെ നിന്നും നടത്തിക്കൊണ്ടിരുന്നത്. കുറച്ച് മണിക്കൂറുകളിലേക്ക് ടെൽ അവീവിലെ എയർപോർട്ട് അവർക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഫ്ലൈറ്റുകളൊന്നും എല്ലാം റദ്ദാക്കി അവിടേക്ക് യാതൊരു വിധത്തിലുള്ളതായിട്ടുള്ള ഫ്ലൈറ്റുകൾ ഇറങ്ങുവാനോ പുറപ്പെടുവാനോ ഇല്ലാത്ത വിധം അവരത് ഷട്ട് ഡൗൺ ചെയ്യുകയുണ്ടായി. എന്നാൽ ലേറ്റസ്റ്റായിട്ട് വന്ന ന്യൂസ് അത് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു എന്നാണ്. ഏകദേശം 2 മണിക്കൂറിൽ കൂടുതൽ അവർക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇസ്രയേൽ മിലിറ്ററി വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇരിക്കുന്നത്. എല്ലാ പൗരന്മാരോടും അവരെ വളരെ ജാഗ്രതയോടും ഒന്നിച്ചു കൂടരുതെന്നും ആളുകൾ ഒന്നിച്ചു കൂടുകയോ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടില്ലെന്നുള്ള പ്രത്യേക ഒരു നിർദ്ദേശമാണ് ഇസ്രയേൽ ഇപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള വാർത്ത എന്തെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ചീഫ് കമാൻഡറെ വധിച്ചതിനുള്ള പ്രതികാരമാണ്. ഇത് സ്റ്റേജ് 1 മാത്രമാണ്. ഇനി ഞങ്ങളുടെ സ്റ്റേജ് 2 ആക്രമണം വരുവാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇസ്രയേലിൻ്റെ നോർത്തേൺ പാർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രയേൽ മിലിറ്ററി അവരുടെ ഇൻ്റലിജൻസും ഒക്കെ ഈ ഹിസ്ബുള്ള ഇന്ന് ചെയ്തതായിട്ടുള്ള ഈ റോക്കറ്റ് ആക്രമണത്തിൻ്റെ നാശനഷ്ടങ്ങൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ വരുന്ന മണിക്കൂറുകളിൽ തന്നെ നമുക്കതിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതനുസരിച്ച് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും. എങ്കിലും ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ ഇസ്രയേൽ ഹിസ്ബുള്ള ആ ഒരു യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ ഓർത്തതുപോലെ സ്റ്റേജ് 1 എന്നാണ് അവർ പറയുന്നതെങ്കിലും ഇത് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറിക്കൊണ്ട് ഇത് വലിയ രീതിയിലേക്ക് ഒരു യുദ്ധത്തിലേക്ക് പോകുവാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ട്. ഇത് പല ന്യൂസിൽ നിന്നും അറിയുവാൻ സാധിച്ചതും പല സോഴ്സിൽ നിന്നും അറിയുവാൻ സാധിച്ചത് അമേരിക്കയും ഈ കാര്യങ്ങളിൽ ജാഗ്രതയോടുകൂടി ആയിരിക്കുന്നുവെന്നാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ ടെററിസ്റ്റ് ഗ്രൂപ്പ് വളരെ ശക്തമായിട്ടുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ വീഡിയോസൊക്കെ പുറത്തു വന്നിരുന്നു. അവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സംഭരണശാലകളും ഒക്കെ അവരെ അവിടെ കാണിക്കുകയുണ്ടായി. അപ്പോൾ നാം ഒരു കാര്യം മറക്കരുത്, അവർക്ക് ഒരു ദിവസം ഒരു 500-1000 റോക്കറ്റുകൾ മാസങ്ങളോളം ഇസ്രയേലിലേക്ക് തൊടുക്കുവാൻ തക്കവണ്ണം ഏകദേശം 2 ലക്ഷത്തിലധികം റോക്കറ്റുകൾ സംഭരിച്ചു വച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വൻ സൈന്യമാണ് ഹിസ്ബുള്ള എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇപ്പോൾ അവർ 250-300 റോക്കറ്റ് വിട്ടപ്പോൾ തന്നെ ഇസ്രയേൽ ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വിചാരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു 1000 റോക്കറ്റുകൾ ഏകദേശം 2 മാസത്തിലധികം അവർക്ക് തുടർച്ചയായിട്ട് ദിവസവും വിടുവാനുള്ള സംഭരിച്ചു വച്ചിരിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രയേൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളത് നാം മറന്നു പോകരുത്. എന്നാൽ നമുക്കറിയാം, ഇസ്രയേൽ ഇങ്ങനെയുള്ള വിഷമകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ തന്ത്രപൂർവ്വം അത് കൈകാര്യം ചെയ്യുവാൻ വളരെ കഴിവുള്ളതായിട്ടുള്ള ഒരു രാജ്യവും മിലിറ്ററിയുമാണ് അവർക്കുള്ളത്. അവരുടെ ഇൻ്റലിജൻസ് അത്രമാത്രം മിടുക്കരാണ് ആ കാര്യങ്ങളിലൊക്കെ. അവരെ ആ രീതിയിൽ ആ കാര്യങ്ങളെയൊക്കെ അവരെ നോക്കി കാണുന്നുണ്ട്. അവർ ചെയ്യുന്നത് ഏത് രീതിയിൽ ഹിസ്ബുള്ളയെ അവരുടെ ആ സ്ട്രെങ്ത്സൊക്കെ നശിപ്പിക്കാമെന്ന് അവർ വളരെ ആ കാര്യങ്ങളൊക്കെ ഇൻ്റലിജൻസൊക്കെ അവർ നോക്കി അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ വാർത്തയോടനുബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മളുടെ പല മീഡിയകളും
ഈ വാർത്തകൾ അത്രത്തോളം സത്യസന്ധമായിട്ട് നമ്മളുടെ മുൻപിലേക്ക് എത്തിക്കാറില്ല. അഥവാ എത്തിച്ചാൽ തന്നെ അവർ പലപ്പോഴും പലതും അതിശോക്തി കലർത്തിയും അല്ലെങ്കിൽ ഒരു സൈഡിനെ ഡിപ്പെൻഡ് ചെയ്തും ഒക്കെ അവർ പലപ്പോഴും ന്യൂസുകൾ തരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ഈ ചാനലിലേക്ക് കടന്നു വന്ന് അവിടെ നടക്കുന്നതായിട്ടുള്ള യഥാർത്ഥ സംഭവം അത് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കുവാനും നിങ്ങൾക്കത് നോക്കിക്കാണുവാനും നമ്മളുടെ മീഡിയകളിലൊക്കെ ഈ വാർത്തകൾ കാണുമ്പോൾ ഇവരെത്രമാത്രം അസത്യങ്ങളാണ് നമ്മളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പലപ്പോഴും ന്യൂസുകളൊക്കെ കാണുമ്പോൾ എത്ര അതിശയോക്തിപരമായിട്ടാണ് ഇവരെ ഓരോ വാർത്തകളും പുറത്തേക്ക് വിടുന്നതെന്ന് നാം കാണാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒത്തിരിയും വ്യത്യസ്തമായിട്ടാണ് അവിടെ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.